ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 6 സ്റ്റാറ്റിസ്റ്റിക്സിലെ കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസും നമ്മൾ HSA മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ +1 +2 ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. +1 +2 ചിലതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്കുകളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറിയും കൂടി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കിതിലൊന്ന് നോക്കാം. നമ്മളിതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ബാക്കി വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം കളക്ഷൻ ഓഫ് ഡാറ്റ, ഡാറ്റ ശേഖരണം. ഡാറ്റയ്ക്ക് മലയാളത്തിൽ പറയുന്നത് ദത്തങ്ങൾ എന്നാണ് കേട്ടോ. ചിലപ്പോൾ ഡാറ്റ എന്ന് തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദത്തങ്ങൾ എന്നുണ്ടാവും. ഇത് രണ്ട് കണ്ടു കഴിഞ്ഞാലും നിങ്ങളത് ഉറപ്പിച്ചോളൂ കേട്ടോ. ആവശ്യമായ വിവരം ലഭ്യമാകുന്ന അളവിനെയോ ഫലത്തെയോ വസ്തുതയോ പ്രാപ്താംഗം പറഞ്ഞാൽ എന്താണ്? ഒബ്സർവേഷൻ കേട്ടോ. പ്രാപ്താംഗത്തെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അളവുകൾ, അല്ലെങ്കിൽ ഫലങ്ങൾ, വസ്തുതകൾ, അല്ലെങ്കിൽ ഒബ്സർവേഷൻസ്, നമുക്ക് ആവശ്യമായ ഡാറ്റ കിട്ടുന്നതിന്, വിവരം ലഭിക്കുന്നതിന് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, വ്യക്തമായി നിർവചിക്കപ്പെട്ട പ്രക്രിയയുടെ അടിസ്ഥാനത്തിലുള്ള ഡാറ്റയുടെ ശേഖരണവും വർഗീകരണവും അവതരണവും വിശകലനവും വ്യാഖ്യാനവും ചേർന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അന്വേഷണം. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അന്വേഷണത്തിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയണം കേട്ടോ. നമ്മൾ ശേഖരിച്ച, വ്യക്തമായി നിർവചിക്കപ്പെട്ട പ്രക്രിയയുടെ അടിസ്ഥാനത്തിലുള്ള ഡാറ്റയുടെ ശേഖരണം, വർഗീകരണം, അവതരണം, വിശകലനം, വ്യാഖ്യാനം, എന്തൊക്കെയുണ്ട്? അതിൻ്റെ ശേഖരണം, വർഗീകരണം, അവതരണം, വിശകലനം, വ്യാഖ്യാനം, ഇതെല്ലാം ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ അന്വേഷണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിന് എന്തായിരുന്നു മലയാളം? സാങ്കേതിക കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ? കളക്ഷൻ ഓഫ് ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഈ തിയറി ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആ ഭാഗത്തുനിന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഇനി ഒരു അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട ആളെയാണ് നമ്മൾ അന്വേഷകൻ അഥവാ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. ഒരു അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട ആളെയാണ് നമ്മൾ അന്വേഷകൻ, ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ കിട്ടില്ല. നമ്മുടെ ഇനി ഈ വരുന്ന ജൂലൈയിൽ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററുടെ ഒരു എക്സാം ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട ആളെയാണ് നമ്മൾ അന്വേഷകൻ അഥവാ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. സാധാരണയായി പഠനമണ്ഡലത്തിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നതിന് അന്വേഷകൻ ചില വ്യക്തികളെ നിയമിക്കുന്നു. ഇത്തരം ആളുകളെ വിവരസമ്പാദകൻ, ഇവിടെ തൊട്ടുണ്ട് കേട്ടോ, വിവരസമ്പാദകൻ, എന്യൂമറേറ്റർ എന്ന് വിളിക്കുന്നു. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനും വേണ്ടിയിട്ട് അന്വേഷകനാണ് അധികാരമുള്ളത്. ഈ അന്വേഷകൻ ഇത് നടത്താനും വേണ്ടിയിട്ട് നിയമിക്കുന്ന ആളെയാണ് നമ്മൾ എന്യൂമറേറ്റർ അഥവാ വിവരസമ്പാദകൻ എന്ന് വിളിക്കുന്നത്. വിവരസമ്പാദകൻ ഡാറ്റ ശേഖരിക്കുന്ന പ്രക്രിയയെ വിവരസമ്പാദനം അഥവാ എന്യൂമറേഷൻ എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് ഇൻവെസ്റ്റിഗേറ്റർ? അധികാരപ്പെട്ട ആള്. സ്റ്റാറ്റിസ്റ്റിക്കൽ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട ആളാണ് ഇൻവെസ്റ്റിഗേറ്റർ അഥവാ അന്വേഷകൻ എന്ന് പറയുന്നത്. ഈ അന്വേഷകൻ നിയമിക്കുന്ന ആളാണ് സമ്പാദകൻ, വിവരസമ്പാദകൻ അഥവാ എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ വിവരസമ്പാദകൻ ഡാറ്റ ശേഖരിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്യൂമറേഷൻ അഥവാ വിവരസമ്പാദനം. സമഷ്ടിയും സാമ്പിളും, പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. പഠനവിധേയമാക്കുന്ന മുഴുവൻ വ്യക്തികളോ വസ്തുക്കളോ ഘടകങ്ങളോ ചേർന്നതാണ് സമഷ്ടി എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഡാറ്റ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാം കൂടി ചേരുന്ന, മുഴുവൻ ആയിട്ട് ചേരുന്ന, നമ്മൾ സെറ്റിലൊക്കെ യൂണിയൻ എന്ന് പറയുമല്ലോ, അതേപോലെ ഇവിടെ എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് പറയുന്നതിനെയാണ് നമ്മൾ സമഷ്ടി അഥവാ പോപ്പുലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അതിലെല്ലാം ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ഓരോന്നിനെടുത്തിട്ടാണ് നമ്മൾ ചിലപ്പോൾ ചെയ്യുക, ഇല്ലെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഉൾപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, സമഷ്ടി അഥവാ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സമഷ്ടിയിലെ ഓരോ അംഗത്തിൽ നിന്നും ഡാറ്റ ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം അന്വേഷണത്തെ സെൻസസ് എന്ന് വിളിക്കുന്നു. നമ്മളുടെ നാട്ടുകളുടെയൊക്കെ 5 വർഷം കൂടുമ്പോൾ സെൻസസ് വരാറുണ്ട് അല്ലേ. എല്ലാവരുടെ നിന്നും ഡാറ്റ കളക്ട് ചെയ്യും അല്ലേ, എല്ലാവരുടെ നിന്നും ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് സെൻസസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സമഷ്ടിയിലെ ഒരു അംഗത്തിൽ നിന്നും ഡാറ്റ ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം അന്വേഷണത്തെ സെൻസസ്, ഒരംഗത്തിൽ നിന്നല്ല ഓരോ അംഗത്തിൽ നിന്നും ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, സെൻസസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക, സെൻസസ് എന്ന് വിളിക്കുന്നത്. സമഷ്ടിയിലെ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് സമഷ്ടിയെ പരിമിതമെന്നും അനന്തമെന്നും. എന്താണ് പരിമിതം, എന്താണ് അനന്തം? പരിമിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന ആളുകളാണ് അല്ലെ, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ് പരിമിതം, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ഇനി അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിനൊരു ലിമിറ്റ് ഉണ്ടാവില്ല. അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല, ഒരു അവസാനം ഉണ്ടാവും, അത് ഒരുപാട് ഉണ്ടാവും, അതിനൊരു എൻഡ് ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ പരിമിതവും അനന്തം എന്നൊക്കെ പറയുന്നത്. സമഷ്ടി അനന്തമാണെങ്കിൽ സമഷ്ടിക്ക് പകരം സമഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭാഗം എടുക്കുന്നു. ഇപ്പൊ അനന്തമായിട്ടുള്ളൊരു സമഷ്ടിയാണെന്ന് കരുതാം, അതിന് അവസാനമല്ല. ഇപ്പൊ എണ്ണൽ സംഖ്യകൾക്കൊന്നും അവസാനമല്ലല്ലോ. നമ്മൾ എണ്ണൽ സംഖ്യ ഒന്നും അങ്ങനെ സെൻസസിലില്ല. നമ്മൾ എണ്ണൽ സംഖ്യക്കൊന്നും സംസ്ഥാനം, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അതിനൊരു അവസാനമല്ലല്ലോ. അതേപോലെ അവസാനമില്ലാത്ത സമഷ്ടിയാണ്, പോപ്പുലേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ പോപ്പുലേഷൻ നമ്മൾ മുഴുവൻ എടുക്കില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും, ആ പോപ്പുലേഷന് ആ സമഷ്ടിയിൽ നിന്നും ഒരു ഭാഗം എടുക്കും. സമഷ്ടി അനന്തമാണെങ്കിൽ സമഷ്ടിക്ക് പകരം സമഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭാഗം എടുക്കുന്നു. സമഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്ന രീതിയെ പ്രതിരൂപണം, സാമ്പിളിംഗ് അഥവാ സാമ്പിൾ സർവേ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ 6 പോയിന്റുകൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞത് പഠന വിധേയമാക്കുന്ന മുഴുവൻ വ്യക്തികളോ വസ്തുക്കളോ ഘടകങ്ങളോ ചേർന്നതാണ് സമഷ്ടി. എല്ലാവരും കൂടി ചേരുന്നതാണ് എന്ത്, സമഷ്ടി അഥവാ പോപ്പുലേഷൻ. സമഷ്ടിയിലെ ഓരോ അംഗത്തിൽ നിന്നും ഡാറ്റ ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം അന്വേഷണത്തെ സെൻസസ് എന്ന് വിളിക്കുന്നു. സമഷ്ടിയിലെ ഓരോ അംഗത്തിൽ നിന്നും ഡാറ്റ ശേഖരിക്കുകയാണെങ്കിൽ അത്തരം അന്വേഷണത്തെ സെൻസസ് എന്ന് വിളിക്കുന്നു. സമഷ്ടിയിലെ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് സമഷ്ടിയെ പരിമിതമെന്നും അനന്തമെന്നും തരംതിരിക്കാം. പരിമിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ടാകും, അനന്തത്തിന് എൻഡ് പോയിന്റ് ഇല്ല. സമഷ്ടി അനന്തമാണെങ്കിൽ, അങ്ങനെ ഒരു അവസാനമില്ലാത്ത ആളാണ് നമ്മളുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ സമഷ്ടി എങ്കിൽ, സമഷ്ടിക്ക് പകരം സമഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭാഗം എടുക്കുന്നു. ആ സമഷ്ടിയിൽ നിന്നും ആ സമഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ എടുത്തിട്ട് അതിന് നമ്മളൊരു അന്വേഷണം നടത്തും. അങ്ങനെ സമഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് സാമ്പിൾ. സാമ്പിളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്ന രീതിയാണ് പ്രതിരൂപണം. എന്താണ് പ്രതിരൂപണം, സാമ്പിളിംഗ് അഥവാ സാമ്പിൾ സർവേ എന്ന് പറയുന്നു. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ. സാമ്പിൾ യൂണിറ്റിൽ നിന്നോ സമഷ്ടിയിൽ നിന്നോ ഡാറ്റ ശേഖരിക്കുന്ന പ്രക്രിയയാണ് സർവേ. എന്താണ് സർവേ? ഓക്കെ, എന്താണ് സർവേ? ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടെ, ചിലപ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ തരും. ഇപ്പം ഇങ്ങനെ പറയാം, സാമ്പിൾ യൂണിറ്റിൽ നിന്നോ സമഷ്ടിയിൽ നിന്നോ ഡാറ്റ ശേഖരിക്കുന്ന പ്രക്രിയ. അതിന് നമ്മൾ വേറെ കുറേ പേരുകളും തരും. സർവേ എന്നുണ്ടാവാം, ചിലപ്പോൾ ഡാറ്റ എന്നുണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. സാമ്പിള്, പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അത് സർവേ ആണ്. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഒന്നുകിൽ സെൻസസ് രീതിയിലോ അല്ലെങ്കിൽ പ്രതിരൂപണ രീതിയിലോ ആകാം. എന്താ സെൻസസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിൽ നിന്ന് മുഴുവൻ. ഇനി അല്ലെങ്കിലോ സെൻസസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിൽ നിന്ന് മുഴുവനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്. പ്രതിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, എന്താണ് പ്രതിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻസ് ആണ്. നമ്മൾ ഒബ്സർവേഷൻസിൽ നിന്ന് എടുത്തിട്ടാണ്, അതായത് സാമ്പിളിംഗ് മെത്തേഡ് എന്നൊക്കെ പറയാം അല്ലെ. സാമ്പിൾ ഉപയോഗിച്ച് സമഷ്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് സാമ്പിൾ സർവേ നടത്തുന്നതിൻ്റെ ഉദ്ദേശം. എന്താണ് സാമ്പിൾ സർവേ നടത്തുന്നതിൻ്റെ ഉദ്ദേശം? സാമ്പിളിൽ നിന്ന്, എന്താ സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഭാഗം അല്ലെ. അപ്പോൾ സാമ്പിൾ ഉപയോഗിച്ച് സമഷ്ടിയിലെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഒരു സാമ്പിൾ സർവേ നടത്തുന്നതിൻ്റെ ഉപദേശം. കുറച്ച് സാമ്പിൾ അതിൽ നിന്ന് എടുത്തിട്ട് ആ പോപ്പുലേഷനെ മുഴുവൻ നമ്മൾ വിശകലനം ചെയ്യണം. ഓക്കെ, ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ചരങ്ങളാണ്, ദത്തങ്ങൾ എന്നാണ് ഡാറ്റ, നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ഒരു 4 ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയുന്നത്. ഒന്ന്, ഭൂമിശാസ്ത്രപരമായ തരംതിരിവ്, അതിന് ജോമെട്രിക്കൽ അല്ലെങ്കിൽ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും.
കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ് ക്രൊണോളജിക്കൽ ടെമ്പോറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഗുണാത്മക തരംതിരിവ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിമാണാത്മക തരംതിരിവ് അല്ലെങ്കിൽ ഗണാത്മക തരംതിരിവ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. നമുക്കിത് ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. ആദ്യം ഭൂമിശാസ്ത്രപരമായ തരംതിരിവ്. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസത്തിനനുസരിച്ചാണ് ഡാറ്റയെ തരംതിരിക്കുന്നതെങ്കിൽ അതിനെ ഭൂമിശാസ്ത്രപരമായ തരംതിരിവ് എന്ന് പറയുന്നു. ഒരു ബൈക്ക് വിൽപ്പനയുടെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനം കണ്ടോ, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകൾ, ഓരോ ഭൂവിഭാഗം അനുസരിച്ചിട്ട് വിറ്റ ബൈക്കുകളുടെ എണ്ണത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോളാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഒരു വിവരണമാണ് തന്നിട്ടുള്ള ഡാറ്റ. ഇതിനെയാണ് നമ്മൾ ഭൂമിശാസ്ത്രപരമായ തരംതിരിവ് എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസത്തിനനുസരിച്ചാണ് ഡാറ്റയെ തരംതിരിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് കാലക്രമം അനുസരിച്ചുള്ള തരം. ഇത് ഈ പേര് തന്നെ നമുക്ക് കിട്ടും, കാലക്രമം, ഇയറുകളൊക്കെ വെച്ചിട്ടായിരിക്കും. സമയാടിസ്ഥാനത്തിൽ കണ്ടോ, വർഷം, മാസം, ആഴ്ച എന്നിങ്ങനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഡാറ്റയെ തരംതിരിക്കുന്നതിനെ കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ് എന്ന് പറയും. ഇതാണ്ടോ, വർഷം, ജനസംഖ്യ ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ് എന്ന് പറയുന്നത്. സമയാടിസ്ഥാനം, വർഷം, മാസം, ആഴ്ച എന്നിങ്ങനെ. അടുത്ത് ഗുണാത്മകമായ തരംതിരിവ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. പ്രത്യേക സവിശേഷതയുടെയോ സ്വഭാവത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ സാക്ഷരത, മതം, ലിംഗഭേദം തുടങ്ങി നടത്തുന്ന തരംതിരിവിനെയാണ് ഗുണാത്മക തരംതിരിവ് അഥവാ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോപ്പുലേഷന് ഫീമെയില്, മെയില്, മാരീഡ്, അൺമാരീഡ് എന്നൊക്കെ പറഞ്ഞുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിനെയാണ് നമ്മൾ ഗുണാത്മക തരംതിരിവ് എന്ന് പറയുന്നത്. then അടുത്തത് പരിമാണാത്മക തരംതിരിവ് അല്ലെങ്കിൽ ഗണാത്മക തരംതിരിവ്. നമ്പറുകളാണ് ഇവിടെ വരുന്നത്. അളന്ന് തിട്ടപ്പെടുത്താവുന്ന വിധത്തിലുള്ള സവിശേഷതകൾ, കേട്ടോ. അളന്ന് തിട്ടപ്പെടുത്താവുന്ന വിധത്തിലുള്ള സവിശേഷതകൾ, തൂക്കം, ഉയരം തുടങ്ങിയവ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിക്കുന്നതിന് പരിമാണാത്മക അല്ലെങ്കിൽ ഗണാത്മക തരംതിരിവ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇതാ കണ്ടോ, മാർക്ക്, ആവൃത്തി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ. ഇനി ഗണാത്മകം അഥവാ ക്വാണ്ടിറ്റേറ്റീവിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. വേറിട്ട ചരങ്ങളെന്നും അതേപോലെ തുടർചരങ്ങളെന്നും അഥവാ ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞുണ്ട്. ഗണാത്മകത്തിന് രണ്ടായിട്ട്, വേറിട്ട ചരങ്ങൾ, തുടർചരങ്ങൾ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. പ്രത്യേക വിലകൾ മാത്രം സ്വീകരിക്കുന്ന ചരങ്ങളെ വേറിട്ട ചരം എന്ന് വിളിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള ഒരൊറ്റത് മാത്രം കേട്ടോ. അഥവാ ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ചരം 1, 0, 1, 2, 3 ഇതൊക്കെ വേറിട്ട ചരങ്ങളാണ്. 1, 2, 3 ഓരോരോ നമ്പറുകളാണ്. നിർവചിക്കപ്പെട്ടിട്ടുള്ള വിലകളുടെ ശ്രേണിയിൽ നിന്ന് മേഖലയിൽ നിന്നോ ഏത് വിലയും സ്വീകരിക്കുന്ന ചരങ്ങളാണ് തുടർചരണം. അഥവാ ഒരു നിർവചിക്കപ്പെട്ടിട്ടുള്ള വിലകളുടെ ശ്രേണി, ഇതിപ്പോൾ 0 മുതൽ 10 വരെ, അതിൽ നിന്നുള്ള ഏത് വില വേണമെന്നുണ്ടെങ്കിലും സ്വീകരിക്കാം. അല്ലെങ്കിൽ 10 മുതൽ 20 വരെ, അതിൽ നിന്ന് ഏത് വിലകളും സ്വീകരിക്കാം. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ തുടർചരണം എന്ന് പറയുന്നത്. ഒരു തുടർചരത്തിന്റെ രണ്ട് വിലകൾക്കിടയിൽ അനിശ്ചിതമായ വിലകൾ ഉണ്ടായിരിക്കും കേട്ടോ. 0 to 10 അതിൻ്റെ ഇടയിൽ കുറേ ഉണ്ട്. 10 to 20 അതിൻ്റെ ഇടയിലും ഒരുപാടുണ്ട്. ഉയരം, ഭാരം, സമയം ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പെടുത്തുക. അപ്പോൾ വേറിട്ട ചരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഓരോ സെപ്പറേറ്റ് വാല്യൂസ് ഉണ്ടാവും. വേറിട്ട ചരങ്ങൾ എല്ലാം വേറിട്ട് ഉണ്ടാവും. തുടർചരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഇന്റർവെലിന്റെ ഇടയിൽ വരുന്നതിനെയാണ് നമ്മൾ തുടർചരങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് നോക്കാൻ പോകുന്നത്. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. എല്ലാം കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ഇന്ന് ഡാറ്റ അഥവാ ദത്തങ്ങൾ എന്ന് പറയുന്നത്, ഡാറ്റയുടെ മലയാളം വാക്കാണ് ദത്തങ്ങൾ. അതേപോലെ ഒബ്സർവേഷൻ, പ്രാപ്താംഗം, പിന്നെ അന്വേഷകൻ, ഇൻവെസ്റ്റിഗേറ്റർ, ഒരു സ്റ്റാറ്റിസ്റ്റിക് അന്വേഷണം നടത്താൻ നിയോഗിച്ച ആളെയാണ് നമ്മൾ അന്വേഷകൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. പിന്നെ എന്യൂമറേറ്റർ, ഈ അന്വേഷകൻ ചുമതലപ്പെടുത്തുന്ന ആളാണ് ആര്? എന്യൂമറേറ്റർ, വിവരസമ്പാദകൻ എന്ന് പറയും. പിന്നെ എന്യൂമറേഷൻ, ഈ എന്യൂമറേറ്റർ വിവരസമ്പാദകൻ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പറയുന്ന പ്രക്രിയയാണ് എന്യൂമറേഷൻ അഥവാ വിവരസമ്പാദനം എന്ന് പറയുന്നത്. പിന്നെ സമഷ്ടി, പോപ്പുലേഷൻ, എല്ലാവരെയും ഒന്നിച്ച് പറയുന്നതാണ് സമഷ്ടി അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനിൽ നിന്നുള്ള ഓരോരുത്തരോടും നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും സെൻസസ്. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ അനന്തമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ടാണ് നമ്മൾ അതിനെ വിശകലനം ചെയ്യുക. ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിളിങ്, പ്രതിരൂപണം അല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ സാമ്പിളിനെ വെച്ചിട്ട് നമ്മൾ നടത്തുന്ന സർവേ ആണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഇനി ഈ
പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഡാറ്റയുടേത്. ഭൂമിശാസ്ത്രപരമായത് ജോമെട്രിക്കൽ വെച്ചിട്ട്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഓരോ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ സെൻസസ് എടുക്കുന്നതിനെയാണ് നമ്മൾ ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ കാലക്രമം, ക്രൊണോളജിക്കൽ കാലക്രമം എന്ന് പറയുന്നത് എന്താണ്, ഇയറുകൾ വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ആഴ്ചകൾ മാസങ്ങളൊക്കെ വെച്ചിട്ട് വരുന്നത്. പിന്നെന്താ ഗണാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ഒരു പ്രത്യേക ക്വാളിറ്റി വെച്ചിട്ട് നമ്മൾ ഇതാക്കുന്നത്. നമ്മൾ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞത് പോപ്പുലേഷന് ഫീമെയിൽ, മെയിൽ അല്ലെങ്കിൽ മാരീഡ്, അൺമാരീഡ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ ഗണാത്മകം ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ ഒരു നമ്പറുകൾ വെച്ചിട്ട്, ഇപ്പോൾ ഉയരം ഇതൊക്കെ പറയുമല്ലോ, അങ്ങനെ ഓരോ നമ്പറുകൾ വെച്ചിട്ട് വേറിട്ട നമ്പറുകൾ വെച്ചിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗണാത്മകം ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ ക്വാണ്ടിറ്റേറ്റീവ് തന്നെ 2 തരമുണ്ട്. വേറിട്ട ചരങ്ങളുണ്ട്, തുടർ ചരങ്ങളുണ്ട്. എന്താണ് വേറിട്ട ചരങ്ങൾ? സെപ്പറേറ്റ് നമ്മൾ വേറിട്ട് നിൽക്കുന്ന ചരങ്ങൾ. അത് ആ പാർച്ചിലിൽ തന്നെ ഉണ്ട് അല്ലേ. വേറിട്ട ചരങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റ് വാല്യൂസ് ഉണ്ടാവും. പിന്നെ തുടർ ചരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഇൻ്റർവെലിൻ്റെ ഇടയിലുള്ള ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അവിടെ നമ്മൾ പറയുന്നുണ്ട് 2 വാല്യൂസിനിടയിൽ ഒരുപാട് വേറിട്ട ചരങ്ങളുണ്ട് എന്നുള്ളത്. ഇൻഫിനിറ്റ്ലി ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. നമുക്ക് കുറച്ച് നോക്കാം. ഒരുപാട് മൊഡ്യൂൾസ് നമുക്ക് കവർ ചെയ്യേണ്ട, മാക്സിമം നമുക്ക് കവർ ചെയ്യണം നമ്മുടെ എക്സാമിൻ്റെ മുമ്പ്. ഓക്കെ, സോ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ടു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.